അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ സ്വയം മനസ്സിലേക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്, റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. മഹാനായ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിച്ചാലും നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിലും നമ്മൾ നന്മയുടെ വഴിയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ അറിയാതെ ഇതുപോലത്തെ നല്ല ക്ലാസ്സുകളിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമുക്ക് നിസ്കാരത്തോടൊരു താല്പര്യം വരും, നോമ്പനുഷ്ഠിക്കുന്നതിനോടൊരു താല്പര്യം വരും, ഹറാമുകളോടൊരു വെറുപ്പ് വരും. ഖൽബ് നമ്മളറിയാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അത് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളാണ്. അള്ളാഹുവിന് നമ്മളോട് കോപമുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മൾ തെറ്റുകളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. നമുക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും, പക്ഷെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. സ്വലാത്ത് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടാകും, സ്വലാത്ത് എല്ലാം പറ്റുന്നില്ല. നമുക്ക് നല്ല വഴിയിലേക്ക് സഞ്ചരിക്കണം, നല്ല ക്ലാസ്സുകളിലേക്ക് വരണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം എന്നൊക്കെ ആ ഖൽബിനുള്ളിൽ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ അതൊന്നും കഴിയുന്നില്ല. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുമായിട്ട് നമ്മൾ അകന്നു പോവുകയാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് നമ്മൾ അർഹരായിരിക്കുകയാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരകളായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിതിൽ ഏതാണ് എന്ന് നമ്മൾ സ്വയം ഒന്ന് വിചിന്തന നടത്തണം. അള്ളാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാണോ, അള്ളാഹു തആല കോപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഒരു വിചിന്തനം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്മയിലേക്ക് അടുക്കാൻ നടത്തേണ്ടതുണ്ട്. അതാണല്ലോ ജിഹാദ് എന്ന് പറയുന്നത്. ജിഹാദ് എന്ന് പറയുന്നത് ഇപ്പോൾ ലവ് ജിഹാദും മറ്റേ ജിഹാദും മറിച്ച ജിഹാദും ഒക്കെയാണ്. ഓരോ കാലത്തിനനുസരിച്ചാണ് ജിഹാദ് വരുന്നത്. ഇപ്പോൾ എല്ലാത്തിനും ജിഹാദിനെ കൂട്ടി ലയിപ്പിക്കുക. ലവ് ജിഹാദ്, യൂണിഫോം ജിഹാദ്, തട്ടൻ ജിഹാദ്, ഇങ്ങനെയൊക്കെ വരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പെൺകുട്ടിനെ ഒരു അമുസ്ലിം സമൂഹത്തിലുള്ള ഒരാൾ കല്യാണം കഴിച്ചു. അത് കല്യാണം കഴിച്ചപ്പോൾ അവിടെ ഒരു ലവ് ജിഹാദും ഇല്ല, ഒരു മതപരിവർത്തനവും ഇല്ല, ഒന്നുമില്ല. അതിന് കേരളത്തിലെ ഒരു പാർട്ടി തന്നെ അതിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. അതിൻ്റെ നേതാക്കന്മാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതി. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ, ഒരു അമുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു മുസ്ലിം സമൂഹത്തിൽ ഒരു ആൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അപ്പോൾ വരും ഇത് ലവ് ജിഹാദാണ്, ഇത് ആ ജിഹാദാണ്, ഈ ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞ്. യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ശരീരത്തോടുള്ള പോരാട്ടം. സ്വന്തം ശരീരത്തോടുള്ള ഇച്ഛകൾക്കെതിരായിക്കൊണ്ട് ശരീരം തെറ്റിയണം എന്ന് പറയുമ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവ്, അതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഈ ജിഹാദിനെയാണ് നമ്മൾ സ്വായത്താക്കേണ്ടത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ജിഹാദിനെ നമ്മൾ സ്വായത്താക്കണം. എന്നിട്ട് നന്മയിലേക്ക് അടുക്കുക, അള്ളാഹുവിനോട് സ്നേഹമുള്ള വിഭാഗത്തിൽ പെടുക. അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരാണ് നന്മയിലേക്ക് അടുക്കാൻ കഴിയാത്തവർ. അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.